ചിത്രകല പഠിക്കാനും ആസ്വദിക്കാനും അതുപോലെ തന്നെ അറിയാനും താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് പാറശാലയിൽ ഒരു ചിത്ര പ്രദർശനം നടത്തിയിട്ടുണ്ട്. ഏകദേശം 100ഓളം വിദ്യാർത്ഥികളെന്ന് പറയാൻ കാരണം ഞാൻ ഇവിടെ നിന്നാണ് പഠിച്ചിറങ്ങിയത്. അങ്ങനെ അവിടെ പഠിച്ചിറങ്ങിയവരുടെ മാത്രം വർക്കുകൾ വച്ചുകൊണ്ടാണ് ഈ ഒരു എക്സിബിഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം 500ഓളം വർക്കുകൾ ഇവിടെ കാണുന്നുണ്ട്. എല്ലാം പലതരം വർക്കുകളാണ്. പലതരം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മീഡിയങ്ങൾ ഉപയോഗിച്ച് ചെയ്തതും പല മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത വർക്കുകളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു ഡോട്ട് ആർട്ടാണ്. അതിൽ തന്നെ ലൈൻസും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പെയിൻറ്റിങ്, അതുപോലെ തന്നെ വ്യത്യസ്തമാർന്ന ഒരുപാട് തരത്തിലുള്ള ചിത്രങ്ങൾ പെൻസിൽ ഉപയോഗിച്ചും പെയിൻറ്റിങ് ഉപയോഗിച്ചും അതുപോലെ തന്നെ കളർ, ക്രയോൺ, അങ്ങനെ പല മീഡിയംസ് ഉപയോഗിച്ച് പല രീതിക്ക് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വർക്കുകൾ നമുക്കൊന്ന് ഇവിടെ ആസ്വദിക്കാൻ കഴിയും. എൻ്റെ വർക്കുകൾ ഞാനിവിടെ വച്ചിട്ടുണ്ട്. എൻ്റെ വർക്കുകൾ ദേ ഇരിക്കുന്നു ആ ചുമരിൽ. അതുപോലെ തന്നെ ഞാൻ ചെയ്തൊരു പെയിൻറ്റിങ്ങാണ് ഇതായിരിക്കുന്നത്, ഒരു ബട്ടർഫ്ലൈയുടെ പെയിൻറ്റിങ്. ഈ പെയിൻറ്റിങ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും റിഫ്ലക്ഷൻ വരുന്നതുണ്ടോ? അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്ചർ ഞാൻ വരച്ചതിന് ശേഷം ഫെയ്ഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വാർണിഷ് ചെയ്തു. അപ്പോൾ അതാണ് ഈ റിഫ്ലക്ഷൻ വരുന്നത്. നമ്മൾ നേരിട്ട് നോക്കുന്ന സമയത്ത് യാതൊരു ഇതും കാണത്തില്ല. ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാരണമാണ് ഇതിങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിലും ഇതിൽ വാർണിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രത്തോളം റിഫ്ലക്ഷൻ വരുന്നില്ല. അതിൻ്റെ കാരണം ഇത് റഫായിട്ടുള്ളൊരു സർഫസാണ്. ഇത് പേപ്പറല്ല, ഇത് നമ്മുടെ ഒരു പെയിൻറ്റിങ് ചെയ്യുന്ന ക്ലോത്താണ്. ക്യാൻവാസ് എന്ന് പറയും. പല ക്വാളിറ്റിയുള്ള ക്യാൻവാസ് ഉണ്ട്. നല്ല കട്ടുള്ള ക്യാൻവാസാണ്. അതേസമയം അടുത്തൊരു ക്യാൻവാസ് ഇതായിരിക്കുന്നു. ഇത് കട്ടി കുറഞ്ഞ ക്യാൻവാസാണ്. പെട്ടെന്ന് റോളായി പോകും. ഇതിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ ഡോട്ടസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു പിക്ചറാണ്. അങ്ങനെ ഒരുപാട് തരത്തിൽ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതേപോലെ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ ഇത് പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ പെയിൻ്റ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ ക്രയോണ് അല്ലെങ്കിൽ ഓയിൽ പേസ്റ്റൽ അങ്ങനത്തെ ഏതോ ഒരു പെയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ലൈൻ ഷെയ്ഡിങ്ങാണ് ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സും ഈ ഒരു ലേഡിയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പെൻസിൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പല മെത്തേഡിൽ ചെയ്തിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ചിത്രകല ആസ്വദിക്കുന്നവർക്കും അതുപോലെ തന്നെ അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അതിൻ്റെ രീതികൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു സുവർണ്ണ അവസരമാണ് ഇവിടെ വന്ന് ഈ ചിത്രങ്ങളൊക്കെ ആസ്വദിക്കുക എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് എല്ലാം ഒരു റൗണ്ട് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് കാണിക്കാം. പക്ഷേ നേരിട്ട് കാണുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇത് ഞാൻ വരച്ചൊരു ചിത്രമാണ്. ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഓക്കെ, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ മറ്റൊരു മെത്തേഡിലൊക്കെ ചെയ്തതാണ്. ഇത് ഗ്രാഫൈറ്റാണ്. ഇതിൽ വാർണിഷ് ചെയ്യാത്തൊരു പിക്ചറാണ്. പിന്നെ ഇത് പെയിൻറ്റിങ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ക്യാൻവാസിൽ ചെയ്തെടുത്ത പെയിൻറ്റിങ്സാണ്. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇത് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ഡോട്ട്സ് ഉപയോഗിച്ച് ചെയ്തൊരു ആർട്ടാണ്. ഇതും ഫ്രെയിം ചെയ്ത് അതിലൊരു ലാമിനേഷൻ ചെയ്തിട്ടുണ്ട്. ഇതും പെയിൻറ്റിംഗ് ആണ്. ഇത് വാർണിഷ് ചെയ്തിട്ടില്ല, വാർണിഷ് ചെയ്യാത്ത പിക്ചറാണ്. അങ്ങനെ ഒരുപാട് പിക്ചേഴ്സ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇത് നോക്കുകയാണെങ്കിൽ ഇതും വാർണിഷ് ചെയ്തതാണ്. ഇതിൻ്റെ സർഫസ് ഒരുപാട് സ്മൂത്ത് ആയതുകൊണ്ടാണ് നല്ലൊരു ഗ്ലൈസിങ് കിട്ടുന്നത്. നോക്കിക്കേ. അപ്പോൾ ഇങ്ങനത്തെ പല മെത്തേഡിൽ ചെയ്തിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾക്കിവിടെ വന്നാൽ കാണാൻ കഴിയും. ഇതിൻ്റെ പുറത്തും ഒരുപാട് ചിത്രങ്ങളുണ്ട്. നമുക്കതുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു ചിത്രകലാ പ്രദർശനം പാറശാലയിൽ വെച്ചാണ് നടക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. പാറശാലയിലെ VHSS സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. ഈ മാസം, അതായത് മെയ് മാസം 22-ാം തീയതി വരെയാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത്. അതായത് 2025 മെയ് 22 വരെയാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടൊരു പിക്ചറാണ്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ വെറൈറ്റികൾ കാണാൻ കഴിയും. ഇത് നോക്കിക്ക് ഒരു സാൻഡ് ആർട്ടാണ്. സാൻഡ് ഉപയോഗിച്ച് ചെയ്തതിന് ശേഷം അതിൽ പെയിൻറ്റിങ് ചെയ്ത് അതുപോലെ തന്നെ സീല ക്ലീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പിക്ചർ ചെയ്തിട്ടുണ്ട്. ഒരു സീയുടെ മെത്തേഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. നല്ലൊരു പെയിൻറ്റിംഗ് ആണ്. ഇതൊക്കെ നല്ല എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. കാരണം അത്രത്തോളം ഫിനിഷിങ് വന്നിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതായത് പിക്ചർ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള പെയിൻറ്റിങ്. ഇപ്പോൾ ഇത് നോക്കിക്കേ. ഇതും ഒരു അബ്സ്ട്രാക്റ്റ് ആർട്ടാണ്. അബ്സ്ട്രാക്റ്റ് പൂർണ്ണമായിട്ട് അബ്സ്ട്രാക്റ്റ് അല്ല, എന്നാലും ആ രീതിക്ക് വരുന്നതാണ്. കാരണം നമ്മൾ ആ ഒരു ഫേസ് ഒന്നും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തില്ല. ബാക്ക്ഗ്രൗണ്ടൊക്കെ റഫാണ്. ഡിഫറെൻറ്റ് കളേഴ്സ് ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പിക്ചറൊക്കെ ചെയ്യുന്നത്. ആഴിമല ശിവൻ്റെ പിക്ചർ. അങ്ങനെ ഒരു
ഒരുപാട് ചിത്രങ്ങൾ, ഒരു ക്രിയേറ്റീവായിട്ടുള്ള പിക്ചറാണ്. ഇതൊക്കെ നേരിട്ട് ആസ്വദിച്ചാലാണ് അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ ആ ഒരു ഷെയ്ഡ് കാര്യങ്ങൾ ആസ്വദിക്കാതിനാണെങ്കിലും ഒരുപാട് നേരം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ഇവിടെ അവസരമുണ്ട്. കാരണം ഓരോ പിക്ചറും അതിൻ്റെ ഡീറ്റെയിൽസ് തന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തതിന് അത് നോക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നല്ലൊരു പിക്ചറാണ്, നല്ലൊരു ഫിനിഷിങ്, ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻസ് എല്ലാം ചെയ്തിട്ടുള്ള നല്ലൊരു പിക്ചറാണ്. ചിത്രകല പഠിക്കുന്നവർക്കും അതിൻ്റെ സംശയങ്ങൾ തീർക്കാനും അതുപോലെ തന്നെ കൂടുതൽ പ്രോഗ്രസ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ചിത്രകലാ പ്രദർശനം വളരെ ഉപകാരമായിരിക്കും. അതിനാൽ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരവും ഇവിടെ ഒരുക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ പുതിയ അഡ്മിഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ അതിന് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം. അതല്ല നിങ്ങൾക്ക് ഈ ഒരു ചിത്രകലാ പ്രദർശനം കണ്ടാസ്വദിക്കാൻ നേരിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലൊക്കേഷനും ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളത് കണ്ട് ആസ്വദിക്കുക.